الحمد لله الواحد الأحد الذي لم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ ഏറെ പവിത്രതയുള്ള ഒരു പകലിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള അവൻ്റെ ഭവനത്തിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളെ മുന്നിൽ വെച്ച് ആ ആയത്തുകൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ സംസാരം ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ഒരായത്ത് പലതവണ നമ്മൾ കേട്ട വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 133-ാമത്തെ വചനമാണ്. അല്ലാഹു ആ ആയത്തിലൂടെ വിശ്വാസികളായ നമ്മളോട് പറയുന്നത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന അർളുഹ സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അർത്ഥം പറയേണ്ട ആവശ്യം പോലും ഇല്ലാത്ത വിധം ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മൾ കേട്ട വചനമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്. അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളേക്കാൾ വിശാലമായ അവൻ്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിക്കണമെന്നാണ്, തിരക്ക് കൂട്ടണമെന്നാണ്. വസാരിഉ എന്ന പദമാണ് അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 148-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫസ്തബിഖുൽ ഖൈറാത്ത്. നന്മകളിൽ നിങ്ങൾ മത്സരിക്കണം, നന്മകളിൽ നിങ്ങൾ തിരക്ക് കൂട്ടണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുത്തഫിഫീൻ സ്വർഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിൻ്റെ ഇടയിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നതിൻ്റെ തുടർച്ചയായി അള്ളാഹു പറയുന്നുണ്ട് ഖിതാമുഹു മിസ്കുൻ
ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി മത്സരിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ 3 സ്ഥലങ്ങളിലായി വന്ന 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ ആയത്തുകളെല്ലാം പൊതുവെ നമ്മളോട് പറയുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മൾ തിരക്ക് കാണിക്കണമെന്നാണ്, തിരക്ക് കൂട്ടേണ്ട ആൾക്കാരാണ് എന്നാണ്. സാധാരണ പറയാറുള്ളത് അൽ അജലത്തു മിന ഷൈത്വാൻ, ധൃതി പിശാചിൽ നിന്നാണ്. തിരക്ക് കാണിക്കാൻ പാടില്ല വിശ്വാസി. അത് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, വിശ്വാസികൾ തിരക്ക് കാണിക്കേണ്ടത്, മത്സരിക്കേണ്ടത്, ധൃതി കാണിക്കേണ്ടത് ആഖിറത്തിൻ്റെ വിഷയത്തിലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരക്ക് കാണിക്കാൻ പറഞ്ഞ, ധൃതി കാണിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളാണ് നന്മകൾ പ്രവർത്തിക്കുന്ന മേഖലകൾ. അല്ലാഹു ആയത്തിലൂടെ പറഞ്ഞ ആ മേഖലകളിൽ നമ്മൾ പിറകോട്ട് പോവുകയാണ് എങ്കിൽ, നമ്മൾ ആ ആയത്തുകളെ ഗൗരവമായി കണ്ടിട്ടില്ല എങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ് സമയം. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ, ആ സമയം നമുക്ക് നഷ്ടമായാൽ അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ അനുഷ്ഠിക്കേണ്ട ധാരാളം നന്മകളുണ്ട്, ധാരാളം സൽപ്രവർത്തികളുണ്ട്. മനുഷ്യരായ നമുക്കെല്ലാവർക്കും പ്രയാസമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒട്ടനവധി നന്മകളുണ്ട്. ആ നന്മകളെ ഒന്നുകിൽ നമ്മൾ മറന്നു കളയുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് നമുക്ക് പരലോകമാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. മുൻഗാമികളായ ആളുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയ വാചകമാണ്, എല്ലാ പ്രഭാതത്തിലും എല്ലാ രാവിലെയും വിളിച്ചു പറയുന്ന ഒരാൾ ഇപ്രകാരം പറയുമെന്നാണ്: യബ്ന ആദം, അല്ലയോ ആദമിൻ്റെ മക്കളെ, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വ അല അമലിക ഷഹീദ് ഫതസവ്വദു മിന്നി ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. സുന്ദരമായൊരു പ്രയോഗമാണത്. എന്താ പറയുന്ന ആൾ പറയുന്നത്? അല്ലയോ ആദം സന്തതികളെ, ഞാനൊരു പുതിയ ദിവസമാണ്. ഇപ്പം ഇന്നത്തെ ദിവസം, ഇന്ന് പ്രഭാതം, അതൊരു പുതിയ ദിവസമാണ് അല്ലേ? ആ ദിവസത്തിലെ എല്ലാ പ്രവർത്തികൾക്കും ഞാൻ സാക്ഷിയാണ്. വ അല അമലിക ഷഹീദ് ഫതസവ്വദു മിന്നി, അതുകൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, അധികരിപ്പിക്കണം. കാരണം എന്താ? ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എനിക്കൊരു മടക്കമില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഇന്നത്തെ ദിവസം മാത്രം എടുത്തു നോക്കൂ. ഈ ദിവസത്തിലെ പകുതി സമയം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വൈകുന്നേര സമയമാകുമ്പോൾ ഇസ്ലാമിക കലണ്ടർ പ്രകാരം അടുത്ത ദിവസമാണ്, അടുത്ത ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഈ ദിവസം കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഈ ദിവസം ലഭിക്കുകയില്ല. ഇന്ന് നമ്മൾ ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്കതൊരിക്കലും മടക്കി ചെയ്യാൻ സാധ്യമല്ല. ദുനിയാവിലെ നഷ്ടങ്ങളെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ നാളെ നമുക്കത് തിരിച്ചു കിട്ടിയേക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം. എന്നാൽ സമയം നഷ്ടമായാലോ, ചെയ്യേണ്ട നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാലോ, ആ നഷ്ടപ്പെടുത്തിയ നന്മകളെ വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമല്ല. ആ സമയം കഴിഞ്ഞു. പുതിയ നന്മകൾ ചെയ്യാം, പക്ഷേ ആ നന്മകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ, ദുനിയാവ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാഖിറതു മുഖ്ബില, പരലോകം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും പരലോകത്തിനും മക്കളുണ്ട്. അഥവാ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ട്, പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ മക്കളാകണം, നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാകണം. വല തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളാകാൻ പാടില്ല, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാകാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണ്? ഫഇന്നൽ യൗമ അമലുൻ വല ഹിസാബുൻ, അതാണ് പ്രശ്നം. ഇന്ന് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. നമ്മുടെ മുമ്പിൽ ആയുസ്സും സമയവും ആരോഗ്യവുമുണ്ട്, അതുകൊണ്ട് തന്നെ അമലുകൾ ചെയ്യാനുള്ള സമയമാണ്. എന്നാൽ നാളെയുടെ പ്രത്യേകത എന്താ? ഗദൻ ഹിസാബുൻ, നാളെ വിചാരണയാണ്, നാളെ അമല് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്, അവർക്ക് അമലില്ല, അവർ നന്മകൾ ചെയ്യുന്നില്ല, അവർക്ക് സുഹൃതങ്ങൾ ചെയ്യാൻ അവസരമില്ല, അവരുടെ അമലുകൾ അവസാനിച്ചു, അവർക്കിനി ഒരു നമസ്കാരമില്ല, അവർക്കിനി ഒരു നോമ്പില്ല, അവർക്കിനി സക്കാത്ത് കൊടുക്കാൻ സാധ്യമല്ല. മരണത്തോടുകൂടെ അമലുകൾ മുറിഞ്ഞു പോകും. അവരുടെ ഖബറിലേക്ക് നന്മകൾ എത്തുന്ന വഴികളുണ്ട്, അസറുകളുണ്ട്, മറിച്ച് ആ ആളുകൾ ചെയ്യുന്ന നന്മകൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ബോധം നമുക്കുണ്ടാകണം. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്
നമുക്ക് കഴിയുന്ന സമയങ്ങളിൽ നന്മകളിൽ മത്സരിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. മരണം പിടികൂടുന്ന സമയത്ത് ആളുകളുടെ വിലാപം ഖുർആൻ പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മനുഷ്യൻ പറയുന്ന വാചകമാണത്, പടച്ചോനെ ഒന്ന് അവധി നീട്ടിത്തരൂ. എന്തിനാണ് അവധി ചോദിക്കുന്നത്? ലഅല്ലി യഅമലു സ്വാലിഹാ, ഞാൻ സൽപ്രവർത്തികൾ ചെയ്തു കൊള്ളാമെന്നാണ്. നോക്കൂ നിങ്ങൾ, മരണത്തിൻ്റെ സമയത്താണ് മനുഷ്യൻ വിലപിക്കുന്നത്. അവൻ ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, നന്മ ചെയ്യാനുള്ള വഴികളുണ്ടായപ്പോൾ അതൊന്നും ചെയ്യാതെ മരണത്തെ മുന്നിൽ കാണുമ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യം എന്താ? ഒന്ന് അവധി നീട്ടിത്തരുന്ന. ആ വാചകം വെറും ഒരു വാചകമാണ്. അള്ളാഹു പറഞ്ഞത് കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, വെറുതെ പറയുന്ന ഒരുത്തൻ്റെ വർത്തമാനമായിട്ടാണ് അള്ളാഹു ആ ആയത്തിനെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ആയുസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ നമ്മോട് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്മകളിൽ ധൃതി കാണിക്കുന്ന, നന്മകളിൽ മത്സരിക്കുന്ന ആളുകളാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ നമുക്ക് പരിചയമുണ്ട്. ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. വിശുദ്ധ റമദാനിൽ അവതീർണമായ ഖുർആനിലെ ഒരൊറ്റ വചനം കൊണ്ട് പരിവർത്തനം സംഭവിച്ച വ്യക്തിയാണ് മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു നാടിനെയും നാട്ടുകാരെയും ഒക്കെ ഭയപ്പെടുത്തിയിരുന്ന, വഴിവക്കുകളിൽ പതിയിരുന്ന് ആളുകളെ കൊള്ളയടിച്ചിരുന്ന, കുഴപ്പമുണ്ടാക്കിയിരുന്ന ഫുദൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന അക്രമിയായിരുന്ന മനുഷ്യൻ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് കൊണ്ട് പരിവർത്തനം സംഭവിച്ച് ഒരു പ്രസിദ്ധ പണ്ഡിതനായി മാറിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരിക്കലും മനുഷ്യനെ കണ്ടു, ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ കണ്ടു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, കം അത്തത് അലൈക, എത്ര കാലമായി ഭൂമിയിൽ വന്നിട്ട്, എത്ര സമയമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, സിത്തൂന സന, 60 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഫുദൈൽ ഇബ്നു അയ്യാദ് ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുക്കാൻ സമയമായിട്ടുണ്ട്, അഥവാ മരണം ആ മരണത്തിൻ്റെ സമീപത്തെത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആയത്ത്, ആ അടയാളങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ സമയമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഏകദേശം റബ്ബിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ആ മനുഷ്യനെ ഓർമ്മപ്പെടുത്തി. ആ വാചകം കേട്ട ആ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, യാ അബ അലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് കേട്ടപ്പോൾ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും റബ്ബിലേക്ക് മടങ്ങണം എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ആ ചർച്ചകൾ കേട്ടപ്പോൾ അയാൾക്ക് ബോധ്യം. അയാൾ പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അർത്ഥം നമുക്കറിയാം. ഈ വാചകം പറയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞവരാണ് നമ്മൾ. മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഖാല ഫുദൈൽ തഅലമു മാ തഫ്സീറുഹു, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാചകത്തിൻ്റെ തഫ്സീർ നിങ്ങൾക്കറിയോ? അതിൻ്റെ വിശദീകരണം നിങ്ങൾക്കറിയോ? അതിൻ്റെ അർത്ഥം അറിയാം, അതിൻ്റെ വിശദീകരണം അറിയുമോ? അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ വിശദീകരണം, എന്താണ് തഫ്സീർ, എന്താണ്? ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഅന ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ് എന്നുള്ളതാണ്. അത് പറയുന്ന ഒരാൾ, അത് വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഫമൻ അലിമ അന്നഹു അബ്ദുൽ ലില്ലാഹി വ അന്നഹു ഇലൈഹി റാജിഊൻ ഫൽയഅലം ബിഅന്നഹു മൗഖൂഫുൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവനാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു മടക്കുണ്ട്. അങ്ങനെ നമ്മൾ മടങ്ങി റബ്ബിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കും. ഒരു മൗഖൂഫ്, ഒരു നൃത്തം നമുക്കുണ്ട്, അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽന്നാൽ എന്താ സംഭവിക്കുക? അദ്ദേഹം പറഞ്ഞു, വമൻ അലിമ ബിഅന്നഹു മൗഖൂഫൻ ഫൽയഅലം ബിഅന്നഹു മസ്ഊലൻ. അവിടുന്ന് വിചാരണ ഉണ്ട്. നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീറാണത്. ഒരു മടക്കുണ്ട് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ നിൽക്കും. അവിടുന്ന് പടച്ചോൻ വിചാരണ നടത്തും. ആ വിചാരണയ്ക്ക് ശേഷം എന്തുണ്ട്? ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇത്രയും വിശദീകരണങ്ങൾ നൽകിയപ്പോൾ ആ പ്രായം ചെന്ന മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഫമൽ ഹീല, എന്തെങ്കിലും ഒരു തന്ത്രമുണ്ടോ? പടച്ചോന്റെ മുമ്പിൽ പോയി നിന്ന് അള്ളാഹു വിചാരണ നടത്തി രക്ഷയും ശിക്ഷയും ഒക്കെ തീരുമാനിച്ച് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമൊക്കെ വേർതിരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു തന്ത്രമുണ്ടോ എന്ന് ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ചെറിയ തന്ത്രമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞു കൊടുത്ത തന്ത്രം? തുഹ്സിനു ഫീമാ ബഖിയ, നിന്റെ ആയുസ്സിൽ അവശേഷിക്കുന്ന കാലത്തെ നീ നന്നാക്കുക. അങ്ങനെയാണെങ്കിലോ യുഗ്ഫറു ലക മാ മളാ വമാ ബഖിയ, നിന്റെ കഴിഞ്ഞുപോയതും അതേപോലെ തന്നെ മറ്റു പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതാണ് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ഇന്നലകൾ ഒരുപക്ഷെ
നമുക്ക് പലതും ഓർക്കാനുണ്ടാകും, നല്ലതല്ലാത്ത പല ഓർമ്മകളും ഉണ്ടാകും. പല നഷ്ടങ്ങൾ വരുത്തിയ ആളുകളായിരിക്കാം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ കണ്ടതും കേട്ടതും പറഞ്ഞതും അങ്ങനെ പല പാപങ്ങളും ഉണ്ടാകാം, പല തെറ്റുകളും ഉണ്ടാകാം. നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് വാതിലുകൾ കിട്ടിയിട്ടും ആ നന്മയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കാത്തവരായിരിക്കാം നമ്മൾ. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഞാൻ നന്മ ചെയ്യുമെന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്ന ബോധ്യമാണ് മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് നൽകുന്നത്. നമുക്കറിയാം നമുക്കൊരു മരണമുണ്ട്. അതെപ്പോഴാണ് സംഭവിക്കുക? അതാർക്കും അറിയുകയില്ല. നമ്മുടെ മരണം ഏത് സമയത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആ മരണത്തിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം. നമുക്ക് മാതൃക കാണിച്ചു തന്ന പ്രവാചകന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്നാണ്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരാരായിരുന്നു? അവർ നന്മകളിൽ മത്സരിച്ച ആൾക്കാരായിരുന്നു. ആര്? അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. ലോകത്തേക്ക് കടന്നു വന്ന ആദൻ നബിയും നൂഹ് നബിയും മൂസാ നബിയും അയ്യൂബ് നബിയും സ്വാലിഹ് നബിയും അടക്കമുള്ള നബിമാർ അവരൊക്കാരാ? അവർ നന്മയിൽ മത്സരിച്ച ആൾക്കാരാ. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി എങ്ങനെയായിരുന്നു? പ്രവാചകൻ നന്മയിൽ അങ്ങേയറ്റം മത്സരിച്ച വ്യക്തിയാണ്. എന്തിനാ നബി നന്മയിൽ മത്സരിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്ന ഒരു ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. നാളെ സ്വർഗത്തിൻ്റെ കവാടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുന്ന രംഗമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിൻ്റെ കവാടത്തിൽ മുട്ടും. അപ്പൊ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ ചോദിക്കും, ആരാണ് ഈ സ്വർഗീയ കവാടത്തിൽ മുട്ടുന്നത്? ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറയുന്നത്, എൻ്റെ റബ്ബിന്റെ കൽപ്പനയുണ്ട്, ഈ സ്വർഗത്തിന്റെ കവാടം ആദ്യം തുറന്നു കൊടുക്കേണ്ടത് മുഹമ്മദിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബിയാണ് ഈ ഉമ്മത്തിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ നന്മയിൽ എങ്ങനെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കുമായിരുന്നില്ല. പ്രവാചകൻ രാത്രിയിൽ കാലിൽ നീര് കെട്ടുവോളം നിസ്കരിച്ചു എന്ന് കേൾക്കാത്തവരല്ല നമ്മൾ. നമുക്കറിയാം അത്. ആരാധനകളിൽ നബി അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയിൽ മുന്നേറിയ ആളാ. അള്ളാന്റെ റസൂലിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നബി ഇല്ല എന്ന് പറയില്ല എന്നാ. നബി അവർക്ക് കൊടുക്കും, ഉള്ളത് കൊടുക്കും, ഇല്ല എന്നൊരാളോടും പറയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ പ്രവാചകൻ 2-3 തവണ ആവർത്തിക്കുമെന്നാണ്. എന്തിനാണ്? അവർ മനസ്സിലാക്കാൻ വേണ്ടി, അവർക്കത് ഉൾക്കൊള്ളാൻ വേണ്ടി അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. എവിടെയാണ് നന്മയുടെ വാതിലുകൾ? എവിടെയാണ് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും മനുഷ്യരുടെ കൂട്ടത്തിൽ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ, നമ്മൾ പള്ളിയിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ഈ നമസ്കാരത്തിന്, ളുഹ്ർ നമസ്കാരത്തിന് വന്നതിന് ശേഷം ഒരു ക്ലാസ് നടക്കുന്നു. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്. ഈ നമസ്കാരത്തിനും ക്ലാസ്സിനും വന്ന ആളുകൾ തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? അവർക്ക് ഉദ്ദേശമുണ്ട് എങ്കിൽ, അവർക്ക് ആ വിഷയത്തിൽ അറിവുണ്ട് എങ്കിൽ അവർ തിരിച്ചു പോകുന്നത് പരിശുദ്ധമായ 2 ഹജ്ജ് ചെയ്ത പ്രതിഫലം നേടിക്കൊണ്ടാണ്. നിസ്സാരമായ കാര്യമാണോ? ഹജ്ജ് ചെയ്ത കൂലി വാങ്ങി നമുക്ക് തിരിച്ചു പോകാം. എങ്ങനെ? ഇന്നത്തെ ഈ ളുഹ്ർ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് 1 അല്ല 2 ഹജ്ജ് ചെയ്ത കൂലി. എത്രമാത്രം മഹത്തരമായ പ്രതിഫലമാണ്! എന്തേ നമ്മൾ ചെയ്യേണ്ട നന്മ എന്താണ്? വീട്ടിൽ നിന്ന് വുദൂ ചെയ്യണം, എന്നിട്ട് പള്ളിയിലേക്ക് വരണം. വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ചാൽ, ഒരു ജമാഅത്തിൽ പങ്കെടുത്താൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. 5 നേരം ഈ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾക്കാർക്ക് 5 ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. എൻ്റെ വാചകമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച അധ്യാപനമാണ്. അതേപോലെ തന്നെ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സുണ്ട് എന്ന് കേട്ടു പള്ളിയിൽ. ആ സദസ്സിലേക്ക് വന്നാൽ, ആ വിജ്ഞാനത്തിന്റെ സദസ്സിൽ പങ്കെടുത്താൽ അവർക്കൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മയുടെ വാതിലാണ്, നന്മക്കൾ അവസരമാണ്. ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ള നിർബന്ധമായ ബാധ്യതയാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിൽ പങ്കെടുക്കുമ്പോൾ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്! ഇങ്ങനെ ഒരുപാട് നന്മ. ഇപ്പോൾ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വൈജ്ഞാനികമായ ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലമാണ്, അല്ലെ? വൈജ്ഞാനികമായ ഒട്ടനവധി അറിവുകൾ ഈ ലോകത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന, മലയാളികൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധമായ ഭവനമാണിത്. നമ്മളൊക്കെ ഈ അടുത്ത് പല കാര്യങ്ങളും നമ്മൾ അറിവിൻ്റെ മേഖലയിൽ എവിടെയാണ് നമ്മളെന്നൊരു പരിശോധന സ്വയം നടത്താറുണ്ട്.
ആ പരിശോധനകളിൽ നമ്മുടെ ഉസ്താദുമാരെടുത്ത ക്ലാസ്സുകളെ ക്രോഡീകരിച്ചു. ബഹുമാന്യനായ ഫൈസൽ മൗലവി ഹഫിളഹുല്ലാ, അല്ലാഹു ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഫിഖഹിലുള്ള ക്ലാസ് ഉണ്ട് ഇവിടെ. ഈ ഇരിക്കുന്ന ആളുകൾ എത്രമാത്രം അത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ ആയുസിൽ നമുക്ക് കേട്ടു തീർക്കാൻ പറ്റുന്ന അത്ര ക്ലാസ് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. കുറേ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഹഫിളഹുല്ലാ ഉസ്താദിൻ്റെ തഫ്സീർ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ള ഒട്ടനവധി വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ ഈ പള്ളിയിലുണ്ട്. സഹോദരങ്ങളെ, നമ്മളെവിടെയാണ് ആ നന്മയുടെ മേഖലകളിൽ അതിൽ പങ്കെടുക്കാൻ ക്ലാസ്സുകൾക്ക്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നോ വിമർശിക്കാൻ വേണ്ടി പറയുന്ന വാചകമല്ല, മറിച്ച് ഇതൊരു നന്മയുടെ സദസ്സാണ്. നന്മയിൽ മത്സരിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാകണം, അത്തരം സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. ഒരുപക്ഷെ നാളത്തെ സദസ്സിൽ പങ്കെടുക്കാൻ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയം ഉപയോഗിച്ച് ദീന് പഠിക്കാനും ദീന് കേൾക്കാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 45-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 45-ാമത്തെ വയസ്സിലാണ്. നമുക്കൊക്കെ ഈ പള്ളിയിലിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്കും 45 വയസ്സിൻ്റെ മുകളിലുണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ കാരം അതിൻ്റെ താഴെ ഉള്ളത്. നോക്കൂ നിങ്ങൾ, 45 വയസ്സിനിടയിൽ ഈ ലോകത്തിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത് എന്താണ്? എത്രമാത്രം വിജ്ഞാനങ്ങളാണ് അദ്ദേഹം പകർന്നു നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിം അല്ലെ, എവിടെ സംവാദങ്ങൾ ഉണ്ടാകുമ്പോഴും എവിടെ ഹദീസിന്റെ ഷറഹുകൾ വായിക്കുമ്പോഴും ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിം വായിക്കുന്നു പണ്ഡിതന്മാർ. ഇന്നും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 45 വയസ്സായി ആ സമയത്ത് മരണപ്പെട്ടു പോയ ആ മഹാപണ്ഡിതൻ തൻ്റെ ആയുസ്സിൽ അദ്ദേഹം ധാരാളം നന്മകൾ രേഖപ്പെടുത്തി, ധാരാളം നന്മകൾ അദ്ദേഹം ചെയ്തു. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഇടയിൽ ജീവിച്ച ആളല്ലേ. ഒരുപക്ഷെ മുതിർന്ന ആളുകൾക്ക് അദ്ദേഹത്തെ പരിചയം ഉണ്ടാകും. നമ്മുടെ ഇടയിൽ ജീവിച്ച ആളാണ് അല്ലേ. എത്രയോ രാത്രികൾ ഉറക്കമൊഴിവാക്കി, എത്രയോ രാത്രികളിൽ വിളക്ക് കത്തിച്ചു വെച്ച് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പരിഭാഷ തയ്യാറാക്കി. 4 വാള്യങ്ങളിലായി തുടക്കത്തിൽ, ഇന്നത് 8 വാള്യങ്ങളിലോ അതിലധികം വാള്യങ്ങളിലോ ആയി പുറത്തിറക്കിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ ധന്യമായി ഉപയോഗിച്ചയാളാണ് അദ്ദേഹം. നമ്മളെവിടെയാണ്? ദീനീ കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എവിടെയാണ് നമ്മളെ? ഇപ്പം നോക്കൂ നിങ്ങൾ, അമാനി മൗലവിൻ്റെ പരിഭാഷ ഒരു തവണ വായിച്ചു തീർക്കാൻ നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു തവണ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച ആൾക്കാർ വളരെ കുറവായിരിക്കും. വായിച്ച ആളുകളെ ഞാൻ വിമർശിക്കുന്നതല്ല, കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചു നോക്കാം, അമാനി മൗലവി എന്തിനാ അമാനി മൗലവി പറയണത്? പറപ്പൂരിസ്ഥാൻ്റെ പരിഭാഷ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച ആളുകളോടൊന്ന് കൈ പൊക്കാൻ പറഞ്ഞാൽ ഈ സദസ്സിൽ എത്ര ആൾക്ക് പൊക്കാൻ പറ്റും? ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. ഖുർആൻ പാരായണത്തിന്, പഠനത്തിന്, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ, തദബ്ബുറിനൊക്കെ സമയം മാറ്റിവെക്കണമെന്ന് ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് നമ്മുടെ ഗുരുനാഥൻ്റെ, നമ്മുടെ ഉസ്താദിൻ്റെ, നമുക്ക് നേതൃത്വം നൽകുന്നയാളുടെ അദ്ദേഹം അടക്കം തയ്യാറാക്കിയ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഒരു തവണ പോലും വായിച്ചു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ എവിടെയാണ് നന്മയുടെ മേഖലകളിൽ നമ്മളുള്ളത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാർ. ഞാൻ പറയുന്നത് നന്മകളിൽ നമ്മൾ ഉണ്ടാകണം. അത് പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സഹോദരങ്ങളെ, അവസരങ്ങൾ നഷ്ടമായാൽ അത് നമുക്ക് തിരിച്ചു കിട്ടൂല. അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന പ്രായമേറെ ചെന്ന ഒരു സഹാബിയാണ്. അദ്ദേഹം വളരെ വൈകിയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. ഞാൻ പരിശുദ്ധമായ മക്കയിൽ ഞാൻ ഹറമിൻ്റെ സമീപത്ത് ഞാൻ വരും. കച്ചവടമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. അന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എൻ്റെ സുഹൃത്താണ്. അബ്ബാസ് റളിയല്ലാഹു അന്ന് ഇസ്ലാം സ്വീകരിച്ചു. രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അഫീഫുൽ കിന്ദി സ്വീകരിച്ചിട്ടില്ല, അബ്ബാസ് റളിയല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അവർ രണ്ടുപേരും മക്കയുടെ സമീപത്ത്, ഹറമിൻ്റെ സമീപത്ത് ഇങ്ങനെ അവർ വന്നിരിക്കും. ഒരു ദിവസം അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. എന്താ കാഴ്ച എന്നറിയോ? കാബയിൽ 3 ആൾക്കാർ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. 3 ആൾക്കാർ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. അഫീഫുൽ കിന്ദി പറയാ, ഖുൽതു ലി അബ്ബാസ് മൻ ഹാദ, ആരാണ് ആ തവാഫ് ചെയ്യുന്ന ആളാരാണ്? അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഹാദ മുഹമ്മദ് ബിൻ അബ്ദില്ല, അത് മുഹമ്മദാണ്, അബ്ദുള്ളയുടെ മകനാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ്, എൻ്റെ സഹോദരൻ്റെ മകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അബ്ദുള്ള എൻ്റെ സഹോദരനാണ്, ആ സഹോദരൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയാണ് തവാഫ് ചെയ്യുന്നത് എന്ന് ആർക്ക് പരിചയപ്പെടുത്തി? അഫീഫുൽ കിന്ദിക്ക് മഹാനായ അബ്ബാസ് റളിയല്ലാഹു പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറം ജീവിതമുണ്ട്, പരലോകമുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, തൗഹീദ് പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ആ സന്ദേശങ്ങളൊക്കെ എന്ത് ചെയ്തു? അബ്ബാസ് റളിയല്ലാഹു അൻഹു അഫീഫുൽ കിന്ദിക്ക് പറഞ്ഞു കൊടുത്തു. കൂടെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ മുഹമ്മദിനെ ആരും സ്വീകരിക്കണില്ല, മുഹമ്മദിനെ എല്ലാവരും അവഗണിക്കുകയാണ്, എല്ലാവരും ദേഷ്യപ്പെടണം അദ്ദേഹത്തോട്, കുഴപ്പമുണ്ടാക്കിയ ആളെന്നാണ് പറയുന്നത്, ആരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. അപ്പം ചോദിച്ചു, വമൻ ഹാദിഹിൽ മർഅ,
അദ്ദേഹത്തിന്റെ കൂടെയുള്ള സ്ത്രീ ആരാണ്? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇംറാത്തുഹു ഖദീജ ബിൻതു ഖുവൈലിദ്, അത് ഖുവൈലിദിന്റെ മകളായ ഖദീജയാണ്, മുഹമ്മദിന്റെ ഭാര്യയാണ്. എന്നിട്ട് പറഞ്ഞു അവർ ആ മഹദി അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, ആരാണ് ആ കൂടെയുള്ള കുട്ടി? ആരാണ് ആ യുവാവ്? ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അഫീഫുൽ കിൻഡി റളിയല്ലാഹു പറയുന്നത് ഈ സംഭവം ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം എന്താ അറിയോ? ലൗ കാന അല്ലാഹു റസഖനിയൽ ഇസ്ലാമ യൗമഇദിൻ ഫഅകൂനു സാനിയൻ മാ അലി ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹത്തിന്റെ സങ്കടം പറയാണ്, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ അന്ന് കേട്ടു, പക്ഷെ അന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചില്ല, അതിനുള്ള തൗഫീഖ് എനിക്ക് ഉണ്ടായില്ല. ഞാനെങ്ങാനും അന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ ഇസ്ലാമിലെ ലൗ കാന അല്ലാഹു റസഖനിയൽ ഇസ്ലാമ യൗമഇദിൻ ഫഅകൂനു സാനിയൻ മാ അലി ഇബ്നു അബീ ത്വാലിബ്, ഞാൻ അലിന്റെ കൂടെ ഇസ്ലാമിലെ മൂന്നാമനായിട്ട് ഞാൻ ഉണ്ടാകുമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച 10 ആൾക്കാരൊക്കെ നമ്മൾ ആദ്യത്തെ 10 ആൾക്കാരെ 5 ആൾക്കാരൊക്കെ നമ്മൾ എണ്ണും. ആ കൂട്ടത്തിൽ എണ്ണേണ്ടിയിരുന്ന ഒരാളാണ് ആര്? മഹാനായ അഫീഫുൽ കിൻഡി റളിയല്ലാഹു. കാരണം അത്രയും നേരത്തെ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം കേട്ടു, പക്ഷെ അന്ന് തൗഫീഖ് ഉണ്ടായില്ല, ആ നന്മയിലേക്ക് വരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം സങ്കടം പറയാണ്, ഞാനന്ന് സ്വീകരിക്കാത്തത് കൊണ്ട് എനിക്കത് ആ ഗണത്തിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചില്ല എന്നാണ്. ഇതായിരുന്നു അവസ്ഥ. അപ്പൊ നന്മ ചെയ്യാൻ അവസരം കിട്ടി അപ്പം നമ്മൾ ചെയ്യണം, മാറ്റി വെക്കാൻ പാടില്ല. നബി ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ സ്വഹാബികളോട് ചോദിച്ചില്ലേ, സ്വഹാബികളെ ഈ പള്ളി ഒന്ന് വിശാലമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആരാ സഹായിക്കാനുള്ളത്? ഉടനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു എഴുന്നേറ്റ്, നബിയെ ഞാനുണ്ട് നബിയെ, എന്താ വേണ്ടത്? നബി എന്താണ് ഈ പള്ളി വിശാലമാക്കാൻ ആവശ്യമുള്ളത്? ഞാൻ നൽകാമെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമായ സമ്പത്ത് നൽകിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നന്മയിൽ മുന്നേറിയ ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് പിന്നെ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട്. അവർ നബിനോട് വന്ന് പറഞ്ഞു, നബിയെ, കാലക്കെടുതി കൊണ്ട് ഞങ്ങളുടെ സമ്പത്തും വീടുമൊക്കെ നഷ്ടമായി, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്, ഞങ്ങളെ സഹായിക്കണം നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി മിമ്പറിൽ കയറി സ്വഹാബികളൊക്കെ ഒരുമിച്ച് ചേർന്നു. നബി അവരോട് സംസാരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വന്ന ആളുകളെ സഹായിക്കണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തി. ആരും ഒന്നും ചെയ്തില്ല. നബിക്ക് ഒരു പ്രയാസമുണ്ടായി. അപ്പോഴാണ് ആ സദസ്സിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് അയാൾ വീട്ടിലേക്ക് പോയി. അയാളൊരു പാത്രത്തിൽ ഒരൽപ്പം ഈത്തപ്പഴവുമായി വന്നു. അത് കണ്ട സ്വഹാബികളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി. അവർ വസ്ത്രം കൊണ്ടുവന്നു, ഭക്ഷണം കൊണ്ടുവന്നു. ആ ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ വെച്ചുകൊണ്ട് ശേഖരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകങ്ങൾക്ക് കഴിഞ്ഞു. അപ്പൊ നോക്കൂ നിങ്ങൾ, നന്മക്കൊരവസരം കിട്ടിയാൽ അവരങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇപ്പൊ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രയോഗങ്ങളുണ്ട്. അതിലെ വളരെ വൈകാരികമായി നമ്മൾ വായിച്ചു പോകേണ്ട ചരിത്രമാണ് പ്രവാചകന്റെ 2 വാചകങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുന്നുണ്ട്, കാത്തിബിയ സൽമാൻ, സൽമാനെ നീ കരാർ എഴുതിക്കൊന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സംഭവം എന്താണ്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അടിമയായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം പേർഷ്യയിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിലെത്തിയ വളരെ വിശാലമായ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനൊടുവിൽ അദ്ദേഹം അടിമയായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ പിടിച്ചു അടിമയാക്കിയിട്ടുണ്ട്. മദീനയിൽ ഒരു അടിമയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ സങ്കടം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് ക്ലാസ് കേൾക്കാൻ പറ്റണില്ല, നബിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം അടിമയാണ്. അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പൊ നബിയോട് വന്ന് പരാതി പറഞ്ഞു, നബിയെ, എനിക്ക് നിങ്ങളുടെ കൂടെ ക്ലാസ്സിലിരിക്കാൻ ആഗ്രഹമുണ്ട്, അതേപോലെ തന്നെ യുദ്ധത്തിന് പോരാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്താ നബിയെ ചെയ്യാം? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, കാത്തിബിയ സൽമാനെ നീ കരാർ എഴുതിക്കോന്ന്. അന്നൊരു വ്യവസ്ഥ ഉണ്ട്. അന്ന് വേണമെങ്കിൽ അടിമകളായ ആളുകൾക്ക് യജമാനന്മാരോട് കരാർ എഴുതാം, മോചന കരാർ എഴുതാം. പക്ഷെ പ്രശ്നം വെച്ചാൽ യജമാനൻ എന്താണോ പറയുന്നത് അത് കൊടുക്കണം. എന്താണോ മോചനത്തിന് പകരമായി ആവശ്യപ്പെടുന്നത് അത് അടിമ കൊടുക്കാൻ തയ്യാറാകണം. ആ വാചകം എഴുതാനാണ് നബി പറയുന്നത്, മോചന കരാർ എഴുതാനാണ് പറയുന്നത്. കാത്തിബിയ സൽമാൻ റളിയല്ലാഹു പോയിട്ട് കരാർ എഴുതി തിരിച്ചു വന്ന് നബിയോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മോചിതനാകാൻ പറ്റും തോന്നണില്ല. കാരണം എന്നോട് എൻ്റെ യജമാനൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ സംഖ്യയാണ്. 300 ഈത്തപ്പനകളാണ്. 300 ഈത്തപ്പന ഞാൻ എവിടുന്ന നബിയെ കൊടുക്കുക? 40 ഊഖിയാണ് അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത്. വലിയ സംഖ്യയാണത്, ഞാൻ എങ്ങനെ കൊടുക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സമയത്ത് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. സ്വഹാബികളോട് പറയുന്നുണ്ട്, അഈനു വഹാക്കും, നിങ്ങളുടെ ഈ സഹോദരനെ നിങ്ങൾ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, ആ വാചകം കേട്ട സ്വഹാബത്ത് അതൊരു വാതിലാണെന്ന് അവർക്ക് മനസ്സിലായി. നന്മ ചെയ്യാനുള്ളൊരു വാതിലാണ് എന്നവർക്ക് മനസ്സിലായി. അവരുടെ തോട്ടങ്ങളിൽ പോയി ഈത്തപ്പനയുടെ തൈകൾ പറിച്ചു വന്നു. 5ഉം 2ഉം 10ഉം
15 ഓരോ ആളുകളും വ്യത്യസ്തമായ തൈകളും എണ്ണത്തിലുള്ള തൈകളുമായി അവർ വന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു. കുഴി കുത്താൻ പറഞ്ഞു. 300 കുഴികൾ കുത്തി. അള്ളാന്റെ റസൂലിന്റെ ബറക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് ബിസ്മി ചൊല്ലി പ്രവാചകൻ ആ തൈകൾ നട്ടു. അങ്ങനെയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം മോചിതനാകുന്നത്, അദ്ദേഹം സ്വതന്ത്രനാകുന്നത്. ഒരൊറ്റ വാചകമാണ്, നന്മയുടെ ഒരു വാതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു കൊടുത്തു. അവരെല്ലാവരും അതിലൂടെ മത്സരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നോക്കൂ നിങ്ങൾ. നമുക്ക് നന്മ ചെയ്യാൻ അവസരങ്ങളില്ലേ? നമ്മൾ എത്രയോ ആളുകളെ കാണുന്നു. ഒന്ന് പുഞ്ചിരിച്ചുകൂടെ? നമുക്കൊരു നന്മയാണ്, ഒരു നന്മയാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. പള്ളിയിൽ വന്നാൽ 1-ാമത്തെ സ്വഫിലിരിക്കുക എന്നുള്ളത് നന്മയാണ്. പള്ളിയിൽ വന്നാൽ 1-ാമത്തെ സ്വഫിൽ തന്നെ വലതുവശത്ത് ഇരിക്കുക എന്നുള്ളത് നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച കാര്യമാണ് അല്ലേ? പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം, ഹസ്തദാനം നടത്തണം. അറിയാത്തവരാണോ നമ്മൾ? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം. അറിയാത്തവരാണോ നമ്മൾ? എത്രയെത്ര നന്മകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന. ഒരു സമ്പത്തിന്റെ മുടക്കുമില്ലാതെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന 1000 നന്മകളുണ്ട്, 1000 നന്മകൾ. പക്ഷെ ആ നന്മകളിൽ നമ്മൾ എവിടെയാണ്? ആ നന്മയുടെ മേഖലകളിൽ നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണിന്റെ ചരിത്രം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാ ഹദീസ് തുടങ്ങുന്നത് അറിയോ? ബഗിയ്യത്തായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട്. ബഗിയ്യത്തായ പെണ്ണ് അങ്ങനെ പറഞ്ഞ എന്താ? ഒരു മോശം പെണ്ണ്, വേശ്യയായ സ്ത്രീയാണ്. നോക്കൂ നിങ്ങൾ, ആ വേശ്യയായ സ്ത്രീയെ കുറിച്ച് പറയുന്ന ഹദീസ് വായിക്കുമ്പോൾ അവർ സ്വർഗത്തിലാണ്. ആ പെണ്ണ് സ്വർഗാവകാശിയാണ്. എന്തുകൊണ്ട്? അവർ നായക്ക് വെള്ളം കൊടുത്തു എന്നതാണ് സ്വർഗപ്രവേശനത്തിന് കാരണം. സ്വർഗപ്രവേശനത്തിന്റെ കാരണം എന്താ? നായക്ക് വെള്ളം കൊടുത്തു. നിങ്ങൾ ആ ഹദീസിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെയും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണ്, ആ പെണ്ണ് ദാഹിച്ചു വലഞ്ഞൊരു നായക്ക് വെള്ളം കൊടുക്കുകയാണ്. ആ ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകുക? ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ആ പെണ്ണ് ആലോചിച്ചിട്ടുണ്ടാകുമോ? വേണ്ട. ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ഈ കൊടുക്കുന്ന വെള്ളത്തിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർ, മുസ്ലിങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അതിലെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായ ഗ്രന്ഥമെന്ന് പണ്ഡിതന്മാർ വിധിയെഴുതുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ എൻ്റെ ചരിത്രം വരുമെന്ന് ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകുമോ? ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് എന്നെക്കുറിച്ച് പറയുമെന്ന് ആ പെണ്ണ് ആലോചിച്ചിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവരവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ, ആ നന്മയുടെ ഫലമായി അവർക്ക് ലഭിച്ചതെന്താ? ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ അവരെ കുറിച്ച് പറയുക, അവരെ കുറിച്ച് ഓർക്കുക അല്ലേ? എന്തൊരു അത്ഭുതമാണിത്! അതാണ് നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏത് നന്മയാണ് നമുക്ക് സ്വർഗം നേടിത്തരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. ഉഹുദ് യുദ്ധം നടക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് മലയിലെ ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ ഒരല്പം പ്രയാസപ്പെടുന്നുണ്ട്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അത് കണ്ടു. ഓടിച്ചെന്നു അദ്ദേഹം നബിക്ക് തൻ്റെ തോള് കാണിച്ചു കൊടുത്തു. നബി ആ തോളിൽ ചവിട്ടി പാറയുടെ മുകളിലേക്ക് കയറി. പാറയുടെ മുകളിൽ കയറി നിന്ന പ്രവാചകന്റെ വാചകം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, നബി പാറയുടെ മുകളിൽ കയറിയ ഉടനെ പറഞ്ഞു, ത്വൽഹക്ക് സ്വർഗം അനിവാര്യമായിരിക്കുന്നു. എന്തേ അദ്ദേഹം ചെയ്തത്? നബിക്ക് തോള് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഒരു നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടി. ആ അവസരത്തെ എന്ത് ചെയ്തു? അദ്ദേഹം ഉപയോഗപ്പെടുത്തി. നബി പറഞ്ഞില്ലേ, സ്വർഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന 2 മനുഷ്യന്മാരെ കുറിച്ച്. സ്വഹാബികൾ ചോദിച്ചു, എന്തേ നബിയെ അവർ സ്വർഗത്തിൽ കിടക്കാൻ കാരണം? നബി പറഞ്ഞു, ജനങ്ങൾക്ക് പ്രയാസമായി നിന്ന ഒരു മരം അവർ മുറിച്ചു മാറ്റിയെന്നാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി വഴിയിലുണ്ടായിരുന്ന മരം മുറിച്ചു മാറ്റി, അതിലൂടെ അവർക്ക് സ്വർഗം കിട്ടിയത്. ഏത് പ്രവൃത്തിയാണ് നമുക്ക് സ്വർഗം നേടിത്തരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു കർമ്മമാകാം, ഒരു വാക്കാകാം, ഒരു പുഞ്ചിരിയാകാം, മനസ്സിലായി, ഒരു സമ്പത്ത് കൊണ്ടുള്ള സഹായമാകാം, എന്തുമാകാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതൊരു നന്മ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. പ്രവാചകന്റെ സദസ്സിലേക്ക് നബി പറയുന്നുണ്ട്, സ്വഹാബികളെ 70,000 ആളുകൾ അവര് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകും. 70,000 ആളുകൾ. ആ സദസ്സിൽ നിന്നാണ് ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയെ ഞാൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നബി പറഞ്ഞു, നിങ്ങൾ ആ കൂട്ടത്തിലാണ്. ഒരൊറ്റ ചോദ്യമാണ്, ഒരു പ്രാർത്ഥന ആവശ്യപ്പെടലാണ്. അതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചെന്താ? വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് കിട്ടിയത്. പ്രവാചകന്റെ വാചകം അറിയാം നമുക്ക്, ലതഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ
ഒരു നന്മയെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിസാരമായി കാണരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. മനുഷ്യരിൽ ഏറ്റവും നല്ല ആൾക്കാരാരാ? കുറേ കാലം ജീവിച്ച ആൾക്കാരാ പോരാ, ആ ജീവിതത്തിൽ നന്മ ചെയ്ത ആൾക്കാരായിരിക്കണം. ആയുസ് കുറെ കിട്ടി, ആ ആയുസ്സിനെ എന്ത് ചെയ്യണം, അവർ ഉപയോഗപ്പെടുത്തണം, ആയുസിനെ അവർ ധന്യമാക്കണം. പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ഹദീത്തിൽ കാണാം, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരു അടിമ അയാൾ രോഗിയായി അല്ലെങ്കിൽ ഒരു യാത്രക്കാരനായി, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹൻ, അവന് നന്മകൾ രേഖപ്പെടുത്തും. അവൻ രോഗിയാണ്, യാത്രക്കാരനാണ്, അവന് പല നന്മകളും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവൻ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് ചെയ്ത നന്മകളെല്ലാം അവന് രോഗിയായ സമയത്ത് കിട്ടും, അവൻ യാത്രയിലായിരിക്കുന്ന സമയത്ത് കിട്ടും. അതുകൊണ്ട് എന്ത് വേണം, സാധ്യമാകുന്ന സമയത്ത് ദീനനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കണം. നബി പറഞ്ഞില്ലേ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന. സ്വഹാബികൾ ചോദിച്ചു, എന്താണ് ഈ അവസരം എന്ന് പറഞ്ഞാൽ? അവൻ നബി പറഞ്ഞു കൊടുത്തു, മരിക്കുന്നതിന്റെ മുൻപ് യുവഫ്ഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരണത്തിന്റെ മുമ്പ് എന്ത് ചെയ്യും, നന്മ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് വേണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന കുറേ അവസരങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ, നിർബന്ധ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതാൻ നമുക്കറിയാം. എല്ലാ നിർബന്ധ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതണം. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് നമ്മൾ മറക്കണം? എന്തുകൊണ്ടാ പല ആൾക്കാരും മറന്നു പോകുന്നത്? എന്തുകൊണ്ടാ? ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ്, ഗഫ്ലത്തിലാണ് നമ്മൾ. നന്മകൾ ചെയ്യാനുള്ള ഒരു ഗഫ്ലത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള, വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു പ്രയാസമല്ലാതെ ചെയ്യാൻ പറ്റുന്ന ധാരാളം നന്മകളുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഒരു ദിവസം 1000-ലധികം സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരൊറ്റ ദിവസത്തിൽ 1000-ലധികം സുന്നത്തുകൾ. മലയാളത്തിലേക്ക് ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ സലാഹുദ്ദീൻ മൗലവിയാണ്, പിന്നെ കരിഞ്ചാമ്പാടിയുള്ള സലാഹുദ്ദീൻ മൗലവിയാണ് ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അറബിയിലുള്ള വളരെ ചെറിയൊരു ഗ്രന്ഥമാണത്. ഒരൊറ്റ ദിവസം 1000-ലധികം സുന്നത്തുകൾ. ആ ബാങ്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ, ബാങ്ക് കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതേപോലെ തന്നെ നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ റമദാനിൽ ഏറ്റവും കൂടുതൽ കൂലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നോമ്പുകാരാരാ? ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നമ്മളൊക്കെ നോമ്പുകാരാണ്. നോമ്പുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടാതിരിക്കാം. മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ചോദ്യം ചോദിക്കുന്നു, നബിയെ, നോമ്പുകാരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക? അദ്ദേഹം നോമ്പിനെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം ധർമ്മസമരം നടത്തുന്ന, യുദ്ധം ചെയ്യുന്ന ആളുകളിൽ ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക? ആർക്കാണ് നബിയെ പിന്നെ നോമ്പുകാരിൽ കൂലി കിട്ടുക? ആർക്കാണ് നബിയെ നിസ്കാരക്കാരിൽ കൂടുതൽ കൂലി കിട്ടുക? ആർക്കാണ് നബിയെ സകാത്ത് കൊടുക്കുന്നവരിൽ കൂടുതൽ പ്രതിഫലം കിട്ടുക? ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, അക്സറുഹും ലില്ലാഹി ദിക്റാന, അക്സറുഹും ലില്ലാഹി ദിക്റ. അല്ലാഹുവിനെ ധാരാളം ഓർമ്മിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്ന ആളുകൾക്ക്, അവർക്കാണ് എന്ത് ലഭിക്കുക? ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക. അപ്പം നമ്മുടെ നോമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമാകണമെങ്കിൽ എന്തു വേണം? നമ്മൾ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നോമ്പുകാരാകണം, അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന നോമ്പുകാരാകണം, ദിക്ർ എടുക്കുന്ന ആൾക്കാരാകണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും പറയാറുണ്ട്, ഈ അക്സറുഹും ലില്ലാഹി ദിക്റ എന്ന് പറഞ്ഞാൽ, ധാരാളം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന ചൊല്ലുന്ന ആൾക്കാരാണ്. ഒന്ന്, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന, ദിക്റുൽ സ്വബാഹ്, അതേപോലെ ദിക്റുൽ മസാ ചൊല്ലുന്ന ആൾക്കാരാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് നിസ്കാര ശേഷമുള്ള ദിക്റു ബഅദ സ്വലാഹ്, നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലുന്ന ആൾക്കാരാണ്. അവരാരാ? അവർ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലുന്ന ആൾക്കാർ, അവർ അള്ളാഹുവിനെ ഓർക്കുന്ന ആൾക്കാരാണെന്നാ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നന്മയാണ് ദിക്ർ എന്നുള്ളത്. ഒരു പ്രയാസമല്ല, എവിടെയും പൈസ അടക്കേണ്ട ആവശ്യമല്ല, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. ദിക്ർ ചൊല്ലിയാൽ അതിൻ്റെ നന്മകൾ ഏറെയുണ്ട്, വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ചെല്ലാൻ അറിയാത്ത ആരാളുള്ളത്? നബിന്റെ ചോദ്യമുണ്ട്, അല അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബികൾക്ക് നബി പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് സ്വർഗ്ഗത്തിലെ നിധിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം നമുക്കറിയാം അല്ലെ? സ്വലാത്തിന് എത്ര മഹത്തുണ്ട്.
നമ്മളെക്കുറിച്ച് ആളുകൾ ആക്ഷേപം പറയും, നമ്മൾ സ്വലാത്ത് ചെല്ലാത്തവരാണ്, നബിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവരാണെന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അല്ലാത്ത സമയത്തും സ്വലാത്തിയല്ല, വെറുതെ സ്വലാത്തിയല്ല, എണ്ണം വടന്നും വട എത്ര തവണ സ്വലാത്തിയല്ല. സ്വലാത്തിൻ്റെ മഹത്വം പണ്ഡിതന്മാർ എണ്ണി എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, സ്വലാത്ത് ചൊല്ലിക്കോളൂ, പരിഹാരം ഉണ്ടാകും. എൻ്റെ വാചകമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ നന്മകളുണ്ട്. ആ നന്മകളെക്കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ആദ്യം നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം, നന്മകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകണം. നന്മകൾ ചെയ്യാനുള്ള വാതിലുകൾ വീട്ടിൽ രക്ഷിതാക്കൾ എന്ന നിലയിൽ, ഉമ്മമാരി എന്ന നിലയിൽ നമ്മൾ തുറന്നു വെക്കണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരു വീട്ടിൽ ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ വീട്ടിൽ നിന്ന് ആരാണോ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകുന്നത് അവർ അന്നത്തെ ദിവസം പുതുതായി കേൾക്കുന്ന വാക്കുകളൊക്കെ എന്ത് ചെയ്യും, ആ ബോർഡിൽ എഴുതി വെക്കും. ബാപ്പ പോകണ്ടേ, ബാപ്പ എഴുതി വെക്കും. ബാപ്പ പുതിയൊരു വാക്ക് കേട്ടാൽ ആ വാക്ക് അവിടെ എഴുതി വെക്കും, അതിൻ്റെ അർത്ഥം എഴുതി വെക്കും. ആ വീട്ടിലെ ആൾക്കാരൊക്കെ അത് കാണും. ആ വീട്ടിലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അത് വായിക്കും. നോക്കൂ, ഒരു നന്മയുടെ വാതിലാണത്. ദീന് പഠിക്കാനുള്ളൊരു ശ്രമമാണ്. സ്വന്തം വീട്ടിൽ നിന്നാണ് ആദ്യം നന്മ തുടങ്ങേണ്ടത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കൈമാറാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഭക്ഷണമേശയിൽ ദീനിയായ ചർച്ചകൾ ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഇന്നലകളിൽ ജീവിച്ച ആളുകൾ അങ്ങനെയായിരുന്നു. അവർ പരസ്പരം ദീനിനെ കുറിച്ച്, സ്വഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ, താബീങ്ങളുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ, അവർ രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടിയാൽ സൂറത്തുൽ അസ്ർ ഓതുന്ന, സൂറത്തുൽ അസ്ർ എത്ര ചെറിയ അധ്യായം, അസ്ർ ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ എന്ന് പറയുന്ന അധ്യായം, അത് ഓതിയിട്ട് വേറൊന്നും പറയില്ല, അവർ തിരിഞ്ഞു പോകുന്ന, അതൊരു ഉപദേശമാണ്. അതൊരു മഹത്തായ സൂറത്താണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഖുറാനിൽ വേറൊന്നും ഇറങ്ങിയില്ല, സൂറത്തുൽ അസ്ർ മാത്രം ഇറങ്ങിയിട്ടുള്ളെങ്കിൽ അത് മതി മുസ്ലിമായി ജീവിക്കാൻ. ആ ഒരു ഉപദേശം പരസ്പരം കൈമാറുക, അങ്ങനെയായിരുന്നു അവർ മുൻഗാമികളായ ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നന്മകളെക്കുറിച്ച് അന്വേഷിക്കുക, നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അവസരങ്ങൾ പഠിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം, ഞാൻ ഈ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, ദീന് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക എന്നുള്ളതാണ്. ദീന് പഠിക്കാൻ കുറേ അവസരമുണ്ട് നമ്മുടെ മുമ്പിൽ. റമദാൻ ഇപ്പോൾ കഴിഞ്ഞു പോയാലും റബ്ബ് തൗഫീക്ക് നൽകിയാൽ ഇതേപോലെയുള്ള ഒട്ടനവധി ക്ലാസ്സുകൾ നമ്മുടെ പള്ളിയിലും പരിസരങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ ദീന് കേൾക്കാൻ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാകണം. നമ്മുടെ പീസ് റേഡിയോ ഉണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ 7 പണ്ഡിതന്മാരുടെ ദർസുകൾ മാത്രം ഞാൻ ഈ അടുത്തൊന്ന് ക്രോഡീകരിച്ചിരുന്നു. 7 ആൾക്കാരുടേത് മാത്രം. അതിൽ ഈ പള്ളി നടന്ന ക്ലാസ് ഞാൻ ക്രോഡീകരിച്ചിട്ടില്ല. ആ 7 പണ്ഡിതന്മാരുടെ ദർസുകൾ മാത്രം ഏകദേശം 500ഓളം ദർസുണ്ട്, 500ഓളം ക്ലാസ്സുകൾ. അതൊരു പ്രസംഗമല്ല, വൈജ്ഞാനികമായ ദർസുകളാണ്. അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ല, അതേപോലെ തന്നെ ഡോക്ടർ യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ല, അങ്ങനെയുള്ള ഉമർ ഗോയ മദീനി ഹഫി, ഇങ്ങനെ വളരെ ചുരുങ്ങിയ ചില ആൾക്കാരുടെ ദർസുകൾ മാത്രം എടുത്തുനിന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്തതാണ്. 500ലേറെ ദർസുണ്ട്. നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി, ദർസ് ചാനൽ, വിസ്ഡം ദർസിൻ്റെ ദർസ് ചാനൽ ഒരു ചാനലുണ്ട്. ആഴത്തിൽ ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ദീന് പഠിക്കുക. ഇപ്പോൾ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലയുടെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന വിഷയത്തിലുള്ള ക്ലാസ് ഉണ്ട്. 140ലധികം ക്ലാസ്സുകളുണ്ട്. ബുലൂഗുൽ മറാമിൻ്റെ ഷറഹ് ഉണ്ട്. ബുലൂഗുൽ മറാം എന്ന് പറഞ്ഞ ഹദീത്ത് ഗ്രന്ഥത്തെ മുന്നിൽ വെച്ച് 100ലേറെ ക്ലാസ്സുകളുണ്ട്. എത്രയെത്ര വൈജ്ഞാനിക അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ദീന് പഠിക്കാൻ ഇതൊരു പ്ലാൻ ഉണ്ടാകണം. എല്ലാ ദിവസവും ദീന് കേൾക്കണം, കുറച്ചെങ്കിലും ദീന് കേൾക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സദസ്സിൽ നമ്മൾ ഉണ്ടാകണം. ഖുർആൻ്റെ ആശയം പഠിക്കുന്ന, തദബ്ബുർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സദസ്സിൽ നമ്മളെല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളൊക്കെ പഠിക്കണം. അതിലൂടെ പരലോകത്ത് വിജയം ഉണ്ടാവുള്ളൂ. പരലോകത്ത് നമുക്ക് വിജയം നേടിത്തരുന്നത് പരിശുദ്ധ ദീനിൻ്റെ ഇൽമ തന്നെയാണ്, ഒരു സംശയമല്ല. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് മാധുര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മാധുര്യമാണോ നിങ്ങൾ തേടുന്നത്? ഹലാവത്താണോ നിങ്ങൾ തേടുന്നത്? എങ്കിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ, നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോളൂ, നിങ്ങൾ ഖുർആനിൻ്റെ ആശയം പഠിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, അതിലൂടെയാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുക, അതിലൂടെയാണ് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുക. പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, ദീന് പഠിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്മകൾ ചെയ്യുന്ന, നന്മകൾ പ്രവർത്തിക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് നസീഹത്തോടുകൂടെ നന്മകൾ കൈമാറുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, കുടുംബത്തിലെ അംഗങ്ങളുണ്ട്, അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ധാരാളം സഹോദരങ്ങളുടെ അല്ലാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.
اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.